അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ്. കഴിയുന്നത്ര സമയവും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തെടുക്കുക, ആരാധന ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് നിലക്കാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമലിനെ സംബന്ധിച്ചാണ്. കർമ്മശാസ്ത്ര പണ്ഡിതരൊക്കെ പറയുന്നത് കാണാം, പുരുഷൻ അവൻ സ്വർണവും വെള്ളിയും പട്ടുമെല്ലാം അവൻ ഉപയോഗിക്കൽ ഹറാമാണ്, അവന് നിഷിദ്ധമാണ്. സ്വർണമോ വെള്ളിയോ പട്ടോ പോലെയുള്ള വസ്തുക്കൾ, സ്വർണ്ണാഭരണമണിയൽ, ചില ആളുകളുടെ കയ്യിലും കഴുത്തിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ. അതണിയാൻ പാടില്ല, തനിച്ച ഹറാം. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത് ഹറാമാണ്. എന്നാൽ പുരുഷനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാം ഒരു വെള്ളി മോതിരം അനുവദിക്കുന്നുണ്ട്. എന്നല്ല, അത് സുന്നത്താണെന്ന് വരെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വെള്ളിമോതിരം അണിയൽ ഒരു പുരുഷനെ സംബന്ധിച്ച് സുന്നത്താണ്. അത് അണിയുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറേ സംശയങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട്. ഏത് വിരലിലാണ് അണിയേണ്ടത്? ചെറുവിരലിൽ തന്നെ അണിയണമോ? മറ്റു വിരലുകളിലൊക്കെ അണിയാൻ പറ്റുമോ? എത്ര പറ്റും? എത്രത്തോളം ഒരു മനുഷ്യന്, ഒരു പുരുഷന് എത്ര എണ്ണം അനുവദനീയമാണ് എന്ന വ്യത്യസ്ത സംശയങ്ങൾ നമുക്ക് ഉദിക്കാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഈ സംശയ നിവാരണങ്ങളിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ പറയുന്നത് കാണാം, ഒരു പുരുഷൻ അവൻ വെള്ളിമോതിരം അണിയുന്നത് അവൻ്റെ വലത് കൈയിലെ ചെറുവിരലിൽ ആകുന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. വലത് കൈയിലെ ചെറുവിരലിലാണെങ്കിൽ അത് ഏറ്റവും പുണ്യമുള്ളതാണ്. ഇടത് കൈയിലെ ചെറുവിരലിൽ ആകാമെങ്കിലും ഇടത് കൈയിലെ ചെറുവിരലിൽ ധരിച്ചാലും ആ സുന്നത്ത് അവന് ലഭിക്കും. ഇനി മറ്റു വിരലുകളിൽ അണിയുന്നതിൻ്റെ വിധി എന്താണ്? ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, മറ്റു വിരലുകളിൽ അണിയുന്നത് കറാഹത്താണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടെങ്കിലും കറാഹത്താണ് എന്നത് തന്നെയാണ് മദ്ഹബിൻ്റെ പ്രബലമായ അഭിപ്രായം. അപ്പോൾ നാം വെള്ളിമോതിരം അണിയുമ്പോൾ അത് നമ്മുടെ വലത് കൈയിൻ്റെ ചെറുവിരലിലാകുക, അതിന് സാധിച്ചില്ലെങ്കിൽ ഇടത് കൈയിൻ്റെ ചെറുവിരലിലാകുക. അല്ലാതെ മറ്റു വിരലുകളിലേക്ക് പോകുമ്പോൾ അത് കറാഹത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. ഇനി എത്ര മോതിരം ധരിക്കാം? ഇവിടെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യത്യസ്താഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ 2 മോതിരം ധരിക്കുമ്പോൾ അത് തന്നെ ഒരു കയ്യിൽ തന്നെ 2 മോതിരം ധരിക്കുന്നിടത്താണോ, അല്ല 2 കയ്യിലും കൂടി 2 മോതിരം ധരിക്കുമ്പോഴാണോ കറാഹത്ത് വരുന്നത് എന്നൊക്കെ അഭിപ്രായ വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മോതിരം 2 മോതിരം ധരിക്കുമ്പോൾ അത് അനുവദനീയമാണെന്ന് പറഞ്ഞവരുണ്ട്, അത് കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്, അല്ല അത് ഹറാം ആണെന്ന് പറഞ്ഞവർ വരെയുണ്ട്. മദ്ഹബിലെ മുഅ്തമദായ പ്രബലമായ അഭിപ്രായം മോതിരങ്ങൾ ഒന്നിൽ കൂടുതലാകൽ കറാഹത്താണ് എന്നത് തന്നെയാണ്. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത്, കാൽവിരലിൽ മോതിരം അണിയാൻ പറ്റുമോ ഇല്ലയോ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കാൽവിരലിൽ മോതിരമണിയൽ പാടില്ല, ഹറാം ആണ്. വെള്ളിമോതിരത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്ത്രീകൾ ചില നാടുകളിലൊക്കെ, തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ സ്ത്രീകൾ കാലിൽ തന്നെ മോതിരങ്ങൾ അണിഞ്ഞ് നടക്കുന്നുണ്ട്. അത് നമ്മൾ കാണാറുമുണ്ട്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് കാലിൽ മോതിരമണിയൽ ഹറാമാണ് എന്നും പണ്ഡിതന്മാർ പറയുന്നു.
ഇനി മോതിരത്തിൻ്റെ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കല്ല് വെക്കുന്ന സമ്പ്രദായം കണ്ടുവരുന്നു. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നു കല്ല് വെച്ചൊരു മോതിരം. അക്കീക്ക്, അതുപോലെ യാക്കൂത്ത്, ഫൈറൂസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ കല്ലുകൾ വെച്ചിട്ടില്ലെങ്കിലും ചില സമയത്തൊക്കെ മോതിരത്തിന് പ്ലൈറ്റുകൾ, വെള്ളിയുടെ തന്നെ പ്ലൈറ്റുകളും ഉണ്ടാകാറുണ്ട്. ഏതായിരുന്നാലും പ്ലൈറ്റാണെങ്കിലും കല്ലുകളുണ്ടെങ്കിലും അത് ഉള്ളനടിയുടെ ഭാഗത്തേക്കാക്കൽ പ്രത്യേകം സുന്നത്തുണ്ടെന്നും പറയുന്നത് കാണാം. പിന്നെ ഈ മോതിരത്തിൻ്റെ കല്ലിലോ അല്ലെങ്കിൽ പ്ലൈറ്റിലോ സ്വന്തം പേരോ അല്ലെങ്കിൽ വല്ല അർത്ഥവാക്യങ്ങളോ അള്ളാഹുവിൻ്റെയോ മറ്റോ ആദരിക്കപ്പെടുന്ന പേരുകളോ എഴുതുന്നതിന് വിരോധം ഇല്ല. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ എഴുതിയത് അള്ളാഹുവിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ ആദരിക്കപ്പെടുന്ന ഒരു ഖുർആൻ്റെ ഭാഗമോ കഷ്ണമോ ഒക്കെ ആണെങ്കിൽ ശൗച്യം ചെയ്യുന്ന അവസരത്തിൽ, അതുപോലെ നജസ് വൃത്തിയാക്കുന്ന സമയങ്ങളിലൊക്കെ അത് മ്ലേച്ഛമായ നജസ്സിനോടോ അല്ലെങ്കിൽ അതുപോലെ മ്ലേച്ഛമായ വസ്തുക്കളോട് മുലാഖാത്ത് കണ്ടുമുട്ടുന്ന അതുമായി ബന്ധപ്പെടുന്നൊരു സ്ഥിതി വിശേഷണം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അത് ഹറാമിലേക്ക് നീങ്ങും. അതുകൊണ്ട് വെള്ളി മോതിരത്തിൻ്റേതാണെങ്കിൽ അവിടെ നമുക്ക് കൊത്തുപണികൾ അല്ലെങ്കിൽ അതുമേൽ കൊത്തിവെച്ചുകൊണ്ട് പേരുകളും അർത്ഥവാക്യങ്ങളൊക്കെ കൊത്തിവെക്കാവുന്നതാണ്. പക്ഷേ ആദരിക്കപ്പെടുന്ന പേരുകളാണെങ്കിൽ അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന വാചകങ്ങളാണെങ്കിൽ അത് നജസ്സുമായി ഒരിക്കലും ബന്ധപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് സംശയം വരാറുണ്ട്, ഈ വെള്ളിയുടേതല്ലാത്ത മോതിരം, ഇരുമ്പിൻ്റെയോ പിന്നെ ഈയത്തിൻ്റെയോ ചെമ്പിൻ്റെയോ തുടങ്ങിയുള്ള മോതിരങ്ങൾ പുരുഷന് അണിയാൻ പറ്റുമോ? ധാരാളം ആളുകൾ ചോദിക്കുന്നൊരു സംശയമാണ്. അങ്ങനെയുള്ള മോതിരം അണിയുന്നതിന് വിരോധം ഇല്ല, കറാഹത്ത് ഇല്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളിമോതിരം അണിയുമ്പോൾ, വെള്ളിമോതിരം പുരുഷൻ അണിയുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ അതിരിക്കുന്ന കാലത്തോളം, നല്ല നീയത്തോടുകൂടി നീയത്ത് നന്നാക്കി അവൻ അത് അണിയുന്ന കാലത്തോളം അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സവാബ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ പ്രതിഫലം അവന് വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ധാരാളം കൂലി അവന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂലി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളിമോതിരം തന്നെ ധരിക്കണം. ഇരുമ്പിൻ്റെയോ ഈയത്തിൻ്റെയോ ചെമ്പിൻ്റെയോ മോതിരം ധരിച്ചാൽ അത് നമുക്ക് കിട്ടില്ല എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, വെള്ളിമോതിരം അണിയൽ വളരെയധികം പുണ്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ വലത് കൈയിൻ്റെ ചെറുവിരലിലാകുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും പുണ്യകരമായി, ഇടത് കൈയിൻ്റെ ചെറുവിരലിൽ ആണെങ്കിൽ പോലും അവിടെ സുന്നത്ത് കിട്ടും. മറ്റു വിരലുകളിലേക്ക് മാറ്റുമ്പോൾ, നമ്മുടെ ചൂണ്ടുവിരലോ അല്ലെങ്കിൽ മോതിര വിരലോ അല്ലെങ്കിൽ പെരുവിരലോ ഈ വിരലുകളിലേക്കൊക്കെ മാറ്റിയിടുമ്പോൾ ചിലപ്പോഴൊക്കെ ചില ആളുകളുടെ കയ്യിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് വെള്ളിമോതിരം അങ്ങനെ മാറ്റിയിടുന്ന സമയത്ത് അവിടെ കറാഹത്താണ് വരുന്നത്. നമുക്ക് കൂലി കിട്ടുമോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മറ്റു ലോഹങ്ങളുടെ മോതിരങ്ങൾ അണിയാൻ പാടുണ്ടോ? അത് കറാഹത്തില്ല, അത് അനുവദനീയമാണെന്നും ഫുഖഹാക്കൾ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മോതിരമണിയുമ്പോൾ ചെറുവിരലിൽ, വലത് കൈയിൻ്റെ ചെറുവിരലിലാകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇടത് കൈയിൻ്റെ ചെറുവിരലിലെങ്കിലും ആകണം. എങ്കിൽ നമുക്ക് നിലക്കാത്ത അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സവാബ്, ഒരു കൂലി അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ലഭിക്കുന്നതാണ്. പിന്നെ പുരുഷന്മാർ കാലിൽ മോതിരം അണിയാൻ പാടില്ല. പിന്നെ എണ്ണമാകുന്നത്, കൂടുതൽ എണ്ണം ധരിക്കുന്നത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അത് ഹറാമാണെന്ന് പറഞ്ഞവർ വരെ ഉണ്ട്. എങ്കിലും മുഅ്തമദായ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം കറാഹത്താണ് എന്നതാണ്. അതുകൊണ്ട് കൂടുതൽ മോതിരം അണിയുന്നത് അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നല്ല, ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ചർച്ച തന്നെ ചെയ്യുന്നത് കാണാം. ഒരാൾ കൂടുതൽ മോതിരം അണിയുന്നതിന് വേണ്ടി വെള്ളിമോതിരം ഉണ്ടാക്കി വെക്കുന്നത് തന്നെ അനുവദനീയമാണോ അല്ലേ എന്ന രീതിയിൽ ചർച്ചയുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ ഇങ്ങനെ കൂടുതൽ വെള്ളി മോതിരങ്ങൾ ഉണ്ടാക്കി വച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ എന്ന ചർച്ചകളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പോൾ പറഞ്ഞു വെച്ചത് വെള്ളിമോതിരം പുരുഷന് അനുവദനീയമാണ്, അല്ല, അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ്. വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുവിരലിലാകൽ പ്രത്യേകം സുന്നത്താണ്. മറ്റു വിരലുകളിലേക്ക് നീങ്ങുമ്പോൾ കറാഹത്ത് വരും. അതുപോലെ
കാൽവിരലിൽ മോതിരമണിയുക എന്നത് പുരുഷൻ അനുവദനീയമല്ല. ഈയത്തിൻ്റെയോ അല്ലെങ്കിൽ ചെമ്പിൻ്റെയോ ഇരുമ്പിൻ്റെയോ മോതിരങ്ങൾ അണിയുന്നതിന് വിരോധം ഇല്ല. എണ്ണമാകൽ, ധാരാളം മോതിരങ്ങൾ, വെള്ളി മോതിരങ്ങൾ ധരിക്കൽ കറാഹത്താണെന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതായ രൂപത്തിൽ ഭംഗിയാകുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.